വിവാദമായ വാഹനാപകട കേസിൽ നടൻ മണിയൻപിള്ള രാജുവിന് ക്ലീൻ ചിറ്റ്. അപകട സമയത്ത് മണിയൻപിള്ള രാജു മദ്യപിച്ചിരുന്നില്ല എന്ന് ശാസ്ത്രീയ പരിശോധനയിൽ തെളിഞ്ഞു. ഇതോടെ മദ്യപിച്ച് വാഹനം ഓടിച്ചുവെന്ന് കുറ്റം ഒഴിവാക്കി പോലീസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. ഇനി മണിയൻപിള്ള രാജുവിനെതിരെ നിലനിൽക്കുക വാഹനാപകട കേസ് മാത്രമാണ്. ഫെബ്രുവരി 5 രാത്രിയാണ് തിരുവനന്തപുരത്തെ ട്രിവാൻഡ്രം ക്ലബിന് മുൻപിൽ വെച്ച് മണിയൻപിള്ള രാജുവിന്റെ കാർ ബൈക്കിലിടിച്ച് 2 യുവാക്കൾക്ക് പരിക്കേറ്റത്. ക്ലബിൽ നിന്ന് നടന്റെ കാർ റോഡിലേക്ക് ഇറങ്ങുകയായിരുന്നു അപകടം. എന്നാൽ അന്ന് മണിയൻപിള്ള രാജുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തില്ല. സംഭവം വിവാദമായതോടെ പിറ്റേന്ന് നടൻ നേരിട്ട് പോലീസ് സ്റ്റേഷനിലെത്തുകയും പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തുകയുമായിരുന്നു. താൻ മദ്യപിച്ചിരുന്നില്ലെന്ന് മണിയൻപിള്ള രാജു തുടക്കം മുതൽ അവകാശപ്പെട്ടിരുന്നെങ്കിലും പോലീസ് രക്തസാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചു. വിവാദ കേസായതിനാൽ അന്വേഷണം കന്റോൺമെന്റ് ACP ഏൽപ്പിച്ചു. ഒടുവിൽ 2 മാസത്തിനു ശേഷം കെമിക്കൽ ലാബിൽ നിന്ന് പരിശോധനാ ഫലം വന്നു. അപകട സമയം മണിയൻപിള്ള രാജു മദ്യപിച്ചിരുന്നില്ലെന്ന കണ്ടെത്തലോടെയാണ് ഫലം വന്നത്. ഈ ഫലം കോടതിയിൽ സമർപ്പിച്ചതോടെ നടനെതിരെ മദ്യപിച്ച് വാഹനം ഓടിച്ചെന്ന കുറ്റം നിലനിൽക്കാതെയായി. സത്യം പുറത്തു വന്നതിൽ സന്തോഷമെന്നായിരുന്നു മണിയൻപിള്ള രാജുവിന്റെ ആദ്യ പ്രതികരണം. ഞാൻ ഈ മദ്യപാനമൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. 22 നിർത്തിയ ആളാണ്. എന്റെ കാര്യത്തിൽ സ്പെഷ്യൽ അന്വേഷണം ഉണ്ടായിരുന്നു. വേറെ ഒന്നുമില്ല, ഇതൊരു സെൻസേഷൻ കേസായിട്ട് പോലീസ് ഹോസ്പിറ്റലിൽ നോക്കി, അവരുടെ ഫോറൻസിക്കിൽ നോക്കി, ക്ലബിൽ അന്നത്തെ കംപ്ലീറ്റ് വീഡിയോ നോക്കി ബാറി കയറുന്നുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടിയെ പോകുന്നത് ഒന്നുമില്ല. എല്ലാം തെളിഞ്ഞതിന് ശേഷമാണ് അവർ പറയുന്നത്. എന്തായാലും സത്യം പുറത്തു വന്നതിൽ വളരെ സന്തോഷമുണ്ട് കേട്ടോ. കാർ അമിത വേഗതയിലായിരുന്നില്ലെന്ന് CCTV ദൃശ്യങ്ങളിൽ നിന്ന് നേരത്തെ വ്യക്തമായിരുന്നു. ബൈക്കാവട്ടെ അമിത വേഗതയിലും. ഇതോടെ ഇനി ആകെ നിലനിൽക്കുക ഹിറ്റ് ആൻഡ് റൺ എന്ന നിലയിൽ വാഹനാപകട കേസ് മാത്രം. പരിക്കേറ്റ യുവാക്കളുടെ ചികിത്സാ നടപടികളുമായി ബന്ധപ്പെട്ട നിയമവശങ്ങളാകും ഇനി കോടതി പരിഗണിക്കുക. റിപ്പോർട്ടർ, തിരുവനന്തപുരം.